എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുട്ടി. ചലഞ്ചർ ആപ്പിന്റെ ഏറ്റവും പുതിയൊരു ജോഗ്രഫി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് VFAയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും നമുക്ക് അറിയാവുന്നതുമായിട്ടുള്ള കുറച്ച് ചോദ്യവുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഓരോ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി പോകുക. കാരണം നമുക്ക് അറിയാവുന്നതാണ് നമുക്ക് കൺഫ്യൂഷനിലൂടെ തെറ്റാനായിട്ട് സാധ്യത കൂടുതലായിട്ടുള്ളത്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് എക്സാമിലേക്ക്, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എല്ലാം ശരിയായിട്ട് തോന്നും അല്ലേ? അപ്പം അത്തരത്തിൽ തെറ്റാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യമായിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പം ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പം ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം ഏതാണ് എന്നുള്ളതാണ്. എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം ഏതാണ് എന്നുള്ളത് നമുക്കറിയാം. ഏതാണ് എഫ് ആകൃതിയിലുള്ള തടാകം എന്നല്ലേ? അപ്പം ഒരു പിക്ചർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഏതാണ്? ശാസ്താംകോട്ട തടാകമാണ് അല്ലേ? ശാസ്താംകോട്ട തടാകമാണ് എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം. നമുക്ക് നോക്കാം, ശാസ്താംകോട്ട തടാകത്തിനെ കുറിച്ച് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ശ്രദ്ധിച്ചേ, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല കായലാണ് അല്ലേ? ഇത് എവിടെയാണ്? കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിലുള്ള ശാസ്താംകോട്ട കായൽ. അപ്പം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല കായലാണ്. നമ്മൾ ചെറുതിലേ മുതലേ നമ്മൾ പഠിക്കുന്ന കാര്യമാണ് അല്ലേ? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല കായലാണ്, ശുദ്ധജല തടാകമാണ് കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിലുള്ള ശാസ്താംകോട്ട കായല്. അപ്പോൾ അതുപോലെ തന്നെ എന്താണ് ഇത്, ഈ റാംസാർ സൈറ്റുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്നാണ് ഇത് റാംസാർ സൈറ്റുകളിൽ ഉൾപ്പെട്ടത്? അത് 2002 ഓഗസ്റ്റ് മാസം 8-നാണ് കേട്ടോ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഇത് നമുക്ക് അറിയാവുന്ന പോയിന്റ് ആണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ധാരാളം പോയിന്റുകളുണ്ട്. അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ആദ്യത്തെ എന്താണ് നമ്മൾ പറഞ്ഞത്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല കായലാണ് കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിലാണ് ശാസ്താംകോട്ട കായൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞത്, ശ്രദ്ധിച്ചേ, അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചേ, 2002 ഓഗസ്റ്റ് മാസം 8-ന് ഈ തടാകത്തെ പ്രത്യേക സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് അർഹമായ ഇന്ത്യയിലെ 25ാം റാംസാർ സൈറ്റുകളിൽ ഒന്നായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പോൾ എന്നാണ്? 2002 ഓഗസ്റ്റ് 8-ന് ഈ തടാകത്തെ പ്രത്യേക സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് അർഹമായ ഇന്ത്യയിലെ റാംസാർ സൈറ്റുകളിൽ ഒന്നായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പോൾ എന്താണ് റാംസാർ സൈറ്റ് എന്ന് പറയുന്നത്? എന്താണ് റാംസാർ കൺവെൻഷൻ എന്ന് പറയുന്നത്? നീർത്തടങ്ങളെ സംരക്ഷിക്കുക, അതുപോലെ തന്നെ സുസ്ഥിരമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നതിനെ സംബന്ധിച്ച അന്താരാഷ്ട്ര കരാറാണ് എന്ന് പറയുന്നത് റാംസാർ കൺവെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് റാംസാർ സൈറ്റ്, എന്താണ് റാംസാർ കൺവെൻഷൻ എന്ന് പറയുന്നത്? അപ്പം റാംസാർ കൺവെൻഷനിൽ ഒപ്പുവെച്ചത് 1971 ഫെബ്രുവരി 2-നാണ് കേട്ടോ. റാംസാർ കരാർ ഒപ്പുവെച്ചത് 1971 ഫെബ്രുവരി 2-നാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫയർമാൻ എക്സാമിനാണ് എന്ന് തോന്നുന്നു. തണ്ണീർത്തട ദിനം എന്നാണ് എന്നുള്ളൊരു ചോദ്യം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളത്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഫയർമാൻ എക്സാമിനാണ്. അപ്പം നമുക്ക് പ്രതീക്ഷിക്കാം, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പം ഉത്തരം ഏതാണ്? ഫെബ്രുവരി 2 ഫെബ്രുവരി 2. അപ്പം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം എന്ന് പറയുന്നതിന്റെ കാര്യം ഇതാണ്. കാരണം നമുക്ക് ഓർമ്മ വരും. അന്ന് ഞാനത് വായിച്ചത് കൊണ്ടാണ് ഇപ്പൊ എനിക്കത് പറയാൻ പറ്റിയത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പറയാൻ പറ്റിയത്. അപ്പോൾ ഫയർമാൻ എക്സാമിന് ചോദിച്ച ചോദ്യം എന്തായിരുന്നു? തണ്ണീർത്തട ദിനം എന്നാണ്. അപ്പം ഫെബ്രുവരി 2. അപ്പം 1971 ഫെബ്രുവരി 2-നാണ് റാംസാർ കരാറിൽ ഒപ്പുവെക്കുന്നത്. അപ്പം എന്താണ് റാംസാർ സൈറ്റ് എന്നാണ് നമ്മൾ പറഞ്ഞത്? നീർത്തടങ്ങളെ സംരക്ഷിക്കുകയും അതുപോലെ തന്നെ സുസ്ഥിരമായി ഉപയോഗപ്പെടുത്തുക. നീർത്തടങ്ങളെ സംരക്ഷിക്കുക, അതുപോലെ തന്നെ സുസ്ഥിരമായിട്ട് ഉപയോഗപ്പെടുത്തുക തുടങ്ങിയവ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അന്താരാഷ്ട്ര കരാറാണ് റാംസാർ കൺവെൻഷൻ എന്ന് പറയുന്നത്. റാംസാർ കരാർ ഒപ്പുവെച്ചത് 1971-ലാണ്. അപ്പൊ ഞാൻ ഇവിടെ എഴുതാം. അപ്പൊ നമ്മൾ റാംസാർ സൈറ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പം എന്താണ് റാംസാർ കൺവെൻഷൻ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? റാംസാർ സൈറ്റ് എന്താണ്, റാംസാർ കൺവെൻഷൻ എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു. റാംസാർ കൺവെൻഷൻ എന്താണ് നമ്മൾ പറഞ്ഞു. ഇനി റാംസാർ കരാറിൽ ഒപ്പുവെച്ചത് എപ്പോഴാണ്? ഒപ്പുവെച്ചത്
1971 ഫെബ്രുവരി 2-നാണ് അല്ലേ? അപ്പം തണ്ണീർത്തട ദിനം എന്നാണ്? തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2-നാണ്. അപ്പം തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക, അതുപോലെ സുസ്ഥിരമായിട്ട് ഉപയോഗപ്പെടുത്തുക തുടങ്ങിയവയ്ക്ക് വേണ്ടിയിട്ടുള്ള അന്താരാഷ്ട്ര കരാറാണ്. തുടങ്ങിയവയെ സംബന്ധിച്ച എന്താണ്? അന്താരാഷ്ട്ര കരാറാണ് ഏത്? റാംസാർ കൺവെൻഷൻ എന്ന് പറയുന്നത്. 1971 ഫെബ്രുവരി 2-നാണ് റാംസാർ കരാർ ഒപ്പുവെക്കുന്നത്. തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2-നാണ്. അപ്പൊ അത്രയും കിട്ടിയില്ലേ? കേരളത്തിൽ നിന്ന് റാംസാർ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള കായലുകളാണ് അഷ്ടമുടി കായൽ, അതുപോലെ തന്നെ ശാസ്താംകോട്ട കായല്, വേമ്പനാട്ട് കായല്, അഷ്ടമുടി കായൽ, ഇതെല്ലാം എന്താണ്? റാംസാർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള കായലുകളാണ് കേട്ടോ. അപ്പം അതവിടെ നിന്നോട്ടെ. ഇനി അടുത്ത് നമുക്ക് ഓപ്ഷനിൽ ഉണ്ടായിരുന്നു പൂക്കോട് ലേക്കുമായി ബന്ധപ്പെട്ട ചോദ്യം ഈ കഴിഞ്ഞ് നടന്ന പരീക്ഷയിൽ ഉണ്ടായിരുന്നു. പൂക്കോട് ലേക്ക്, അത് കുറെ ഓപ്ഷൻ തന്നിട്ട് ഓരോ ലേക്കും ഏത് ഡിസ്ട്രിക്റ്റിലാണ് എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പൊ അങ്ങനെ വന്നപ്പോൾ പൂക്കോട് ലേക്കുമായിട്ട് ഞാൻ കണ്ടിരുന്നു. അപ്പൊ പൂക്കോട് ലേക്ക് വയനാട് ആണ് എന്ന് നമുക്കറിയാം അല്ലേ? അപ്പം പൂക്കോട് ലേക്ക് വയനാട് ഉള്ള ഒരു ശുദ്ധജല തടാകമാണ് എന്ന് നമുക്കറിയാം. ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ നോക്കാം നമുക്ക് എന്താണ് പൂക്കോട് തടാകം. വയനാട് ജില്ലയിലാണ് പൂക്കോട് ലേക്കുള്ളത്. അതുപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്നും 2100 അടി ഉയരത്തിലാണ് തടാകത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പം ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന, സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏത് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ, കേരളത്തിലെ തടാകം ഏത് എന്ന് ചോദ്യം വന്നാൽ ഏതാണ് ഉത്തരം? എന്താണ്? പൂക്കോട് ലേക്കാണ് കേട്ടോ. പൂക്കോട് ലേക്കാണ്. അപ്പം എന്താണ്? എവിടെയാണ്? വയനാട് ജില്ലയിലാണ്. അപ്പം നമ്മൾ ആദ്യം ഏതാണ്? ശാസ്താംകോട്ട കായൽ പറഞ്ഞു. ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ല. പൂക്കോട് തടാകം വയനാട് ജില്ല. അപ്പം നമ്മൾ പറഞ്ഞു സമുദ്രനിരപ്പിൽ നിന്ന് 2100 അടി ഉയരത്തിൽ, ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചു വെക്കുക. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകം ഏത് എന്നുള്ളൊരു ചോദ്യം വന്നാൽ എവിടുത്തെയാണ്? വയനാട് ജില്ലയിലെ ഏറ്റവും ചെറിയ തടാകമായിട്ടുള്ള, കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമായിട്ടുള്ള പൂക്കോട് ലേക്കാണ്. ഓക്കെ, അത്രയും കിട്ടിയല്ലോ. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായലാണെന്ന് നമുക്കറിയാം. ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം അതുപോലെ തന്നെ പൂക്കോട് ലേക്ക് കായൽ ആണ് എന്നറിയാം. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ശാസ്താംകോട്ട തടാകമാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ എഫ് അക്ഷരം, നമ്മൾ ആദ്യത്തെ ചോദ്യം എഫ്, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് അക്ഷരത്തെ പോലെ കാണപ്പെടുന്ന, എഫ് അക്ഷരം പോലെ കാണപ്പെടുന്ന തടാകമാണ് ശാസ്താംകോട്ട കായൽ. അപ്പൊ ഇത്രയും നമ്മൾ പഠിച്ചു. എന്താണ് റാംസാർ കൺവെൻഷൻ എന്ന് പറഞ്ഞു, എന്താണ് റാംസാർ സൈറ്റ് എന്ന് പറഞ്ഞു, എന്താണ് നീർത്തടങ്ങളെ സംരക്ഷിക്കുക, സുസ്ഥിരമായിട്ട് ഉപയോഗപ്പെടുത്തുക തുടങ്ങിയവ സംബന്ധിച്ച അന്താരാഷ്ട്ര കരാറാണ് ഏത്? റാംസാർ കൺവെൻഷൻ എന്ന് പറയുന്നത്. 1971 ഫെബ്രുവരി 2-നാണ് റാംസാർ കരാർ ഒപ്പുവെക്കുന്നത്. തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2-നാണ്. അപ്പൊ റാംസാർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റ് കായലുകൾ ഏതൊക്കെയാണ്? അഷ്ടമുടി കായൽ, വേമ്പനാട്ട് കായൽ, ശാസ്താംകോട്ട കായൽ, ഇതെല്ലാം എന്താണ്? റാംസാർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള കായലുകളാണ്. അപ്പൊ അത്രയും കിട്ടിയില്ലേ? അത്രയും മനസ്സിലായില്ലേ? അതിനുശേഷം നമ്മൾ പൂക്കോട് പറഞ്ഞു. പൂക്കോട് തടാകം വയനാട് ജില്ലയിലെ സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകമാണ് പൂക്കോട് തടാകം. എവിടെയാണ്? വയനാട് ജില്ലയിൽ. അത്രയും പറഞ്ഞല്ലോ. ഇനിയും വയനാട്ടിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് പൂക്കോട് ലേക്ക്. ഇനി നോക്കിയേ വെള്ളായണി കായൽ. അടുത്തത് വെള്ളായണി കായൽ എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് അല്ലെ? തിരുവനന്തപുരം ജില്ലയിലെ തെക്കുമാറി കോവളത്തിന് സമീപം കല്ലിയൂർ, പിന്നെ അതുപോലെ തന്നെ വെങ്ങാനൂർ പഞ്ചായത്തുകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു തടാകമാണ് വെള്ളായണി തടാകം. അപ്പം ഇനി വരുന്ന പരീക്ഷയ്ക്ക് ഇതൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. VFA പരീക്ഷയ്ക്ക് ലേക്കുമായിട്ട് വരുന്ന ഭാഗങ്ങൾ, കായലുകളുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ നിന്നൊക്കെ ധാരാളം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഓരോ ചോദ്യം കൃത്യമായിട്ട് എഴുതിയില്ലെങ്കിൽ, അറ്റ്ലീസ്റ്റ് എഴുതിയില്ലെങ്കിൽ നിങ്ങൾ കേട്ടെങ്കിലും കാര്യങ്ങളെ മനസ്സിലാക്കുക കേട്ടോ. അപ്പം എനിക്കറിയാം പഠിക്കുന്ന കുട്ടികളാണ്, അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, അവരൊക്കെയാണ് കൂടുതലായിട്ടും ക്ലാസ്സുകൾ കാണുക, അവർക്ക് എഴുതാനുള്ള സമയം ഇല്ലായിരിക്കും. അപ്പം നമ്മൾ എന്തൊക്കെയാണോ നോട്ട്സ് എടുക്കുന്നത് അതെല്ലാം നമ്മുടെ ടെലഗ്രാം പേജിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ടെലഗ്രാമിൽ ടെലഗ്രാം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളുടെ നോട്ടുകളെല്ലാം നമുക്ക് അവിടെ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പം നമ്മൾ ശാസ്താംകോട്ട കായൽ പറഞ്ഞു, പിന്നെ നമ്മൾ പൂക്കോട് ലേക്ക് പറഞ്ഞു, പിന്നെ നമ്മൾ വെള്ളായണി
കായൽ പറഞ്ഞു. അപ്പൊ ഇത്രയുമാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മൾ വെള്ളായണി കായലിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് കേട്ടോ. വെള്ളായണി കാർഷിക കോളേജ് ഈ തടാകത്തിനടുത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകമാണ് കേട്ടോ. അപ്പം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ പ്രധാനപ്പെട്ട എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ തടാകത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ശാസ്താംകോട്ട തടാകമാണ് എന്ന് നമുക്കറിയാം. അതിനാണ് ഈ പിക്ചർ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ശാസ്താംകോട്ട തടാകമാണ് എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല കായലാണ് കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിലുള്ള ശാസ്താംകോട്ട കായൽ. അതുപോലെ തന്നെ 2002 ഓഗസ്റ്റ് 8 ഈ തടാകത്തെ പ്രത്യേക സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് അർഹമായ എന്താണ് ഇന്ത്യയിലെ റാംസാർ പട്ടികയിൽ ഒന്നായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. അതുപോലെ തന്നെ എന്താണ് റാംസാർ കൺവെൻഷൻ, എന്താണ് റാംസാർ സൈറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. നീർത്തടങ്ങളെ സംരക്ഷിക്കുക, അതുപോലെ തന്നെ എന്താണ് നീർത്തടങ്ങളെ സംരക്ഷിക്കുക, സുസ്ഥിരമായിട്ട് ഉപയോഗപ്പെടുത്തുക തുടങ്ങിയവയുമായിട്ട് സംബന്ധിച്ചുകൊണ്ടുള്ള അന്താരാഷ്ട്ര കരാറ് ആണ് റാംസാർ കൺവെൻഷൻ എന്ന് പറയുന്നത്. റാംസാർ കൺവെൻഷനിൽ ഒപ്പുവെച്ചത് എന്നാണ്? 1971 ഫെബ്രുവരി 2 എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ തണ്ണീർത്തട ദിനം, ഇത് ഞാൻ വീണ്ടും പറയുന്നത്, ഇത് മനസ്സിലിരിക്കണം, അതിന് വേണ്ടിയിട്ടാണ് വീണ്ടും പറയുന്നത് കേട്ടോ. എന്താണ് പൂക്കോട് ലേക്ക്? വയനാട് ജില്ലയിലുള്ള എവിടെയാണ് പൂക്കോട് ലേക്ക് എന്ന് പറഞ്ഞു? വയനാട് ജില്ലയിലെ സമുദ്രനിരപ്പിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എന്താണ് തടാകമാണ് പൂക്കോട് തടാകം എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ വയനാട്ടിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് എന്ന് നമ്മൾ പറഞ്ഞു. വെള്ളായണി കായലിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ് ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് പൂക്കോട് ലേക്ക്. വെള്ളായണി കായലിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ വെള്ളായണി കാർഷിക കോളേജ് ഈ തടാകത്തിനടുത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ പോയിന്റിൽ, ആദ്യത്തെ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തോരം കാര്യങ്ങളാണ് പഠിച്ചത്. ഒരൊറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ ഒരു ചോദ്യത്തെ മുൻനിർത്തിക്കൊണ്ട്, ആ ഒരു ചോദ്യത്തെ അനുബന്ധിച്ച് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്. അതുകൊണ്ടാണ് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പഠിക്കണം എന്ന് പറയുന്നത്. ഇനി കേരളത്തിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ് എന്നുള്ളതാണ്. കേരളത്തിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ്? നമുക്കറിയാമല്ലേ, ചെന്തുരുണിയാണ്. കൊല്ലം ജില്ലയിലെ തെന്മലയിലെ ചെന്തുരുണി ആണല്ലേ. ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ ശ്രദ്ധിച്ചേ, ഓരോ പോയിന്റ് ശ്രദ്ധിച്ചേ. കേരളത്തിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് ചെന്തുരുണി വന്യജീവി സംരക്ഷണ കേന്ദ്രം. ഇനി നോക്കിയേ, കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതമായ ഇത് 1984 സ്ഥാപിതമായി. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, 1984 ഇത് സ്ഥാപിതമാകുന്നത്. അപ്പൊ ചോദിക്കാം അല്ലേ, എന്താണ് കേരളത്തിലെ വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വന്യജീവി സംരക്ഷണ കേന്ദ്രം സ്ഥാപിതമായത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് വന്യജീവി സങ്കേതമാണ് എന്ന് ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ഏത് വർഷമാണ് എന്നും നമ്മൾ ഓർത്തിരിക്കണം. നമുക്കറിയാം ചെന്തുരുണിയാണ് എന്ന് നമുക്കറിയാം, പക്ഷെ അത് സ്ഥാപിതമായത് എപ്പോഴാണ്? 1984. ഇനി നോക്കിയ അത് ഏത് റിസർവ് വനത്തിന്റെ ഭാഗമാണ്? കുളത്തൂപ്പുഴ റിസർവ് വനത്തിന്റെ ഭാഗമാണ്. ഇനി കാണപ്പെടുന്ന വനവിഭാഗങ്ങൾ ഏതൊക്കെയാണ്? നിത്യഹരിത വനങ്ങളുണ്ട്, അർദ്ധ നിത്യഹരിത വനങ്ങളുണ്ട്, ഈർപ്പമുള്ള ഇലപൊഴിയും വനങ്ങളുണ്ട്. ഈർപ്പമുള്ള ഇലപൊഴിയും വനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഒരു കഴിഞ്ഞ പ്രിലിംസിന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ പറയുന്നത് ഏതാണ്? ചെന്തുരുണി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എന്താണ് കേരളത്തിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വന്യജീവി സങ്കേതം. അപ്പോ ഈ ചെന്തുരുണി മരത്തിന്റെ ശാസ്ത്രീയ നാമം എന്താണെന്ന് അറിയാമോ? ശാസ്ത്രീയ നാമം അത് ഗ്ലൂട്ടോ ട്രാവൻകൂറിക്ക എന്നാണ് കേട്ടോ. ഗ്ലൂട്ടോ ട്രാവൻകൂറിക്ക. അപ്പോ ചെന്തുരുണി, നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം കേട്ടോ, ഇങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ചെന്തുരുണി എന്ന വൃക്ഷത്തിന്റെ ശാസ്ത്രീയ നാമം എന്താണ് എന്നുള്ളൊരു ചോദ്യം വന്നാൽ ഗ്ലൂട്ടോ ട്രാവൻകൂറിക്ക. ചെന്തുരുണി ശാസ്ത്രീയ നാമം, സയന്റിഫിക് നെയിം, ശാസ്ത്രീയ നാമം ഗ്ലൂട്ടോ ട്രാവൻകൂറിക്ക. വളരെ പ്രധാനപ്പെട്ടതാണേ. ഞാൻ ഈ പറയുന്ന പോയിന്റ് 1984 സ്ഥാപിതമായി എന്ന് പറഞ്ഞ പോയിന്റും
അതുപോലെ തന്നെ ഗ്ലൂട്ടോ ട്രാവൻകൂറിക്ക എന്ന് പറഞ്ഞ പോയിന്റും, കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതമാണ് എന്ന പോയിന്റും, കേരളത്തിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്നു എന്ന് പറഞ്ഞതും വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്, കാരണം ഇത് കുറെ നാൾ മുമ്പ് ചോദിച്ചൊരു ചോദ്യമാണ്. അതുകൊണ്ട് നമുക്ക് ഇനി പ്രതീക്ഷിക്കാം, ഇതുപോലൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ കുളത്തൂപ്പുഴ റിസർവ് വനത്തിന്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റുകളെല്ലാം ഒന്നും കൂടി പറയാം. നമ്മൾ കേരളത്തിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് ചെന്തുരുണി എന്ന് നമ്മൾ പറഞ്ഞു. 1984 സ്ഥാപിതമായത് എന്ന് നമ്മൾ പറഞ്ഞു. ശാസ്ത്രീയ നാമം ചെന്തുരുണി എന്ന മരത്തിന്റെ ശാസ്ത്രീയ നാമം ഗ്ലൂട്ടോ ട്രാവൻകൂറിക്ക എന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം കുളത്തൂപ്പുഴ റിസർവ് വനത്തിന്റെ ഭാഗമാണ് ഈ വന്യജീവി സംരക്ഷണ കേന്ദ്രം എന്ന് പറഞ്ഞു. ഇവിടെ കാണുന്ന വനവിഭാഗങ്ങൾ ഏതൊക്കെയാണ്? നിത്യഹരിത വനങ്ങളുണ്ട്, അർദ്ധ നിത്യഹരിത വനങ്ങളുണ്ട്, ഇലപൊഴിയും ഈർപ്പമുള്ള ഇലപൊഴിയും വനങ്ങളുണ്ട്. അപ്പം ഇതാണ് ചെന്തുരുണി വനത്തിന്റെ പ്രത്യേകതകളായിട്ട് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ നെയ്യാറും പെരിയാറും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഞാൻ ഒരു ക്ലാസ് ആയിട്ട് തന്നെ എടുക്കാം. ഇത് ഞാനൊരു ചോദ്യമായിട്ട് വന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതെടുത്തത്. അതൊരു ക്ലാസ് ആയിട്ട് തന്നെ എടുക്കാം, കാരണം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നെക്സ്റ്റ് ക്ലാസ് എന്താണെങ്കിലും വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട ക്ലാസ് ആയിരിക്കും. കാരണം ചോദ്യങ്ങൾ നോക്കുമ്പോൾ, അതായത് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നോക്കുന്ന സമയത്ത് വന്യജീവി സങ്കേതത്തിന്റെ ഭാഗത്ത് നിന്ന്, അതുപോലെ തന്നെ ലേക്സിന്റെ ഭാഗത്ത് നിന്ന്, ആ നദികളുടെ ഭാഗത്ത് നിന്നൊക്കെ ധാരാളം ചോദ്യങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഓരോ ക്ലാസ്സുകളായിട്ട് തന്നെ എടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം, ശ്രദ്ധിക്കുക. പ്രാചീന കാലത്ത് ചൂർണി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി ഏതാണ് എന്നുള്ളതാണ് ഈ ചോദ്യം കേട്ടോ. പ്രാചീന കാലത്ത് ചൂർണി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി ഏതാണ്? ഈ ഓപ്ഷൻ തന്നിരിക്കുന്നത് ഭാരതപ്പുഴയാണോ, പമ്പയാണോ, യമുനയാണോ, പെരിയാറാണോ? ഏതാണ് ചൂർണി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി? അത് പെരിയാറാണ് അല്ലേ? ഓപ്ഷൻ സി പെരിയാറാണ്. പെരിയാറാണ് പ്രാചീന കാലത്ത് ചൂർണി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി. ഇവിടെ നോക്കിയേ, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? നമുക്കറിയാം അല്ലെ, പെരിയാറാണ് എന്നറിയാം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? അതുപോലെ തന്നെ നമ്മുടെ ചോദ്യത്തിലേതുപോലെ പ്രാചീന കാലത്ത് ചൂർണി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി, പ്രാചീന കാലത്ത് ചൂർണി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി നീളം 244 കിലോമീറ്റർ ആണ്. നീളം 244 കിലോമീറ്റർ ആണ്. ഇനി ഉത്ഭവം എവിടെയാണ്? തമിഴ്നാട്ടിലെ സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ശിവഗിരി മലകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇനി ശങ്കരാചാര്യര് പൂർണ്ണ എന്ന പേര് എന്ന് പരാമർശിച്ചിട്ടുണ്ട് പെരിയാറിനെ ശങ്കരാചാര്യര് പൂർണ്ണ എന്ന് പരാമർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആലുവാപ്പുഴ, കാലടിപ്പുഴ എന്നറിയപ്പെടുന്നു. ആലുവാപ്പുഴ, കാലടിപ്പുഴ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. ഇനി നോക്കിയേ, പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? ഇടുക്കിയും അതുപോലെ തന്നെ എറണാകുളവുമാണ്. ഇനി നോക്കിയേ, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായിട്ടുള്ള ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദിയാണ് പെരിയാറ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി അല്ലേ? അത് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? അത് പെരിയാറിലാണ്. ഇനി നോക്കി, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദിയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്ന നദിയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയാണ്. ഇനി പെരിയാറിന്റെ പോഷക നദികൾ ഏതൊക്കെയാണ്? പെരിയാറിന്റെ പോഷക നദികൾ അത് ഏതൊക്കെയാണ്? കട്ടപ്പനയാറ്, അതുപോലെ തന്നെ മുല്ലയാറ്, മുതിരപ്പുഴ, ചെറുതോണിയാറ്, പെരുന്തുറയാറ്. ഏതൊക്കെയാണ്? കട്ടപ്പനയാറ്, മുതിരപ്പുഴ, പിന്നെ ചെറുതോണിയാറ്, പെരുന്തുറയാറ്, പിന്നെ ചെറുതോണിയാറ്. ഈ 5 പെരിയാറിന്റെ പോഷക നദികൾ. അപ്പോൾ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ടല്ലേ, പോഷക നദികളൊക്കെ പഠിക്കാനായിട്ടുള്ള കോഡുണ്ട്. അപ്പൊ നമുക്ക് പെരിയാറിന്റെ പോഷക നദി പഠിക്കാനുള്ള പണ്ട് മുതലേ ഉള്ളൊരു കോഡാണ്. കട്ടപ്പനയിലെ മുല്ലാക്കയുടെ മുതിരയ്ക്ക് ചെറുതേനാണ് പെരുത്തിഷ്ടം. കട്ടപ്പനയിലെ മുല്ലാക്കയുടെ മുതിരയ്ക്ക് ചെറുതേനാണ് പെരുത്തിഷ്ടം. അപ്പോ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? കട്ടപ്പനയാറ്, പിന്നെ ഞാൻ ഇവിടുത്തെ പോഷക നദി ഇവിടെ കൊടുക്കാം. പോഷക നദി കട്ടപ്പനയാറ്, മുതിരപ്പുഴ,
പിന്നെ ചെറുതോണിയാറ്, ചെറുതോണിയാറ്, പിന്നെ മുല്ലയാറുണ്ടായിരുന്നു കേട്ടോ, മുല്ലയാറ്. ഇവിടെ എഴുതുന്നത് ഞാൻ കോഡിന് വേണ്ടിയിട്ടാണ് ഇവിടെ എഴുതുന്നത്. മുല്ലയാറ്, ചെറുതോണിയാറ്, പെരുന്തുറയാറ് അല്ലേ, പെരുന്തുറയാറ്, പെരുന്തുറയാറ്. കട്ടപ്പനയിലെ മുല്ലാക്കയുടെ മുതിരയ്ക്ക് എന്താണ്, ചെറുതേനാണ് പെരുത്തിഷ്ടം. കിട്ടിയില്ലേ? കട്ടപ്പനയാറ്, മുല്ലയാറ്, പിന്നെ അതുപോലെ തന്നെ എന്താണ്, മുതിരയ്ക്ക് മുതിരപ്പുഴയാറ്, പിന്നെ എന്താണ്, ചെറുതോണിയാറ്, പിന്നെ പെരുന്തുറയാറ്. കിട്ടിയില്ലേ? അത്രയില്ലേ? കട്ടപ്പനയിലെ മുല്ലാക്കയ്ക്ക് മുല്ലാക്കയുടെ മുതിരയ്ക്ക് എന്താണ് പെരുത്തിഷ്ടം? ചെറുതേനാണ് പെരുത്തിഷ്ടം. കിട്ടിയില്ലേ? കിട്ടിയോ? മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോ പോഷക നദികൾ ഏതൊക്കെയാണ്? കട്ടപ്പനയാറ്, മുല്ലയാറ്, പിന്നെ മുതിരപ്പുഴ, ചെറുതോണിപ്പുഴ, പെരുന്തുറയാറ്. കിട്ടിയില്ലേ? കിട്ടിയല്ലോ? ഓക്കെ. ഇനി നോക്കിയേ, ഇനി നമ്മൾ പറഞ്ഞു കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയാണ് പെരിയാറ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്ന നദിയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദിയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇതെല്ലാം പെരിയാറിന്റെ പ്രത്യേകതകളാണ് അല്ലേ? അപ്പൊ നമ്മൾ പെരിയാറിന്റെ പ്രത്യേകതകൾ, പ്രാചീന കാലത്ത് ചൂർണി എന്ന പേരിൽ അറിയപ്പെട്ടു. അതുപോലെ തന്നെ എന്താണ്, ശങ്കരാചാര്യരെ പൂർണ്ണ എന്ന് പരാമർശിച്ചു. അതുപോലെ തന്നെ ആലുവപ്പുഴ, കാലടിപ്പുഴ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഭാരതപ്പുഴയുടെ പ്രത്യേകതകളാണ്. വളരെ പ്രധാനപ്പെട്ടതാണ് ഭാരതപ്പുഴ. ശ്രദ്ധിക്കുക, കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദിയാണ് ഭാരതപ്പുഴ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദിയാണ് ഭാരതപ്പുഴ. നിള എന്ന പേരിലും അറിയപ്പെടുന്നു എന്ന് നമുക്കറിയാം അല്ലെ. കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദിയായ ഭാരതപ്പുഴ നിള എന്ന പേരിലൂടെ അറിയപ്പെടുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി പശ്ചിമഘട്ടത്തിലെ ആനമലയിൽ നിന്നും ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്ന ഭാരതപ്പുഴയുടെ ആകെ നീളം എന്ന് പറയുന്നത് 209 കിലോമീറ്റർ ആണ്. എത്രയാണ്? പശ്ചിമഘട്ടത്തിലെ ആനമലയിൽ നിന്ന്, നമ്മള് പെരിയാർ പറഞ്ഞപ്പോ സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയിൽ നിന്നുള്ള ഉത്ഭവത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇവിടെയോ പശ്ചിമഘട്ടത്തിലെ ആനമലയിൽ നിന്നും ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്ന ഭാരതപ്പുഴയുടെ ആകെ നീളം എന്ന് പറയുന്നത് 209 കിലോമീറ്റർ ആണ്. അവിടെ നമ്മൾ പെരിയാർ 244 കിലോമീറ്റർ നമ്മൾ കണ്ടു അല്ലെ. ഇനിയും മാമാങ്കം നടത്തിയിരുന്നത് എവിടെയാണ്? ഭാരതപ്പുഴയുടെ തീരത്താണ്. ഇനി പേരാറ്, കോരയാറ്, വരട്ടാറ്, വാളയാറ് എന്നീ ശുദ്ധ ദ്രാവിഡ നാമങ്ങളും അതുപോലെ തന്നെ ഭാരതപ്പുഴ, നിള, ഗായത്രി, മംഗല നദി എന്നീ സംസ്കൃത നാമങ്ങളും ഭാരതപ്പുഴയ്ക്കുണ്ട് കേട്ടോ. ഇനി കേരളത്തിന്റെ നൈൽ നദി എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. കേരളത്തിന്റെ നൈൽ നദി എന്ന് അറിയപ്പെടുന്നു. ഇനി പൊന്നാനിപ്പുഴ എന്നും അറിയപ്പെടുന്നുണ്ട്. പൊന്നാനിപ്പുഴ എന്നും അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയണ നിർമ്മിച്ചിരിക്കുന്നത് എവിടെയാണ്? അത് ഭാരതപ്പുഴയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയണ നിർമ്മിച്ചിരിക്കുന്നത് എവിടെയാണ്? ഭാരതപ്പുഴയിലാണ്. ഇനി അതുപോലെ തന്നെ ഭാരതപ്പുഴയിൽ ചിറ്റൂരിൽ അറിയപ്പെടുന്ന പേരാണ് ശോകനാശിനി പുഴ. ഭാരതപ്പുഴ ചിറ്റൂരിൽ അറിയപ്പെടുന്ന പേരാണ് ശോകനാശിനി പുഴ. അപ്പൊ എത്ര പേരാണെന്ന് നോക്കിക്കേ. നിള, അതുപോലെ തന്നെ എന്താണ് ശോകനാശിനി പുഴ, പിന്നെ പൊന്നാനിപ്പുഴ, പിന്നെ പേരാറ്, കോരയാറ്, വരട്ടാറ്, വാളയാറ് എന്നീ ശുദ്ധ ദ്രാവിഡ നാമങ്ങളും അതുപോലെ തന്നെ നിള, ഗായത്രി, ഭാരതപ്പുഴ എന്നീ മംഗല നദി എന്നീ സംസ്കൃത നാമങ്ങളും എന്തിനുണ്ട്? ഭാരതപ്പുഴയ്ക്കുണ്ട്. അത്രയും കിട്ടിയില്ലേ? ഇനി ഭാരതപ്പുഴ ചിറ്റൂരിൽ പെട്ടിരുന്ന പേരാണ് ശോകനാശിനി പുഴ എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഈ ശോകനാശിനി പുഴ എന്ന ഭാരതപ്പുഴയെ വിളിച്ചത് ആരാണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനായിരുന്നു. ശോകനാശിനി പുഴയെന്ന് ഭാരതപ്പുഴയെ വിളിച്ചത് ആരാണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. ഇനി ഭാരതപ്പുഴയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പെരിയാറിന്റെ പോഷക നദികൾ ഏതൊക്കെയാണ്? കട്ടപ്പനയാറ്, മുല്ലയാറ്, മുതിരപ്പുഴ, പിന്നെ ചെന്തുരുണിയാറ്, പെരുന്തുറയാറ്. ഇനി ഭാരതപ്പുഴയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ.
ഏതാണ്? കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. കിട്ടിയല്ലോ. ഒന്നുകൂടെ നമുക്ക് പറയാം. ഭാരതപ്പുഴയുടെ പോഷക നദികള് കണ്ണാടിപ്പുഴ, അതുപോലെ തന്നെ തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. കിട്ടിയല്ലോ? ഓക്കെ ആണല്ലോ? ഇനി അടുത്ത 2 ചോദ്യമാണ്. ഈ 2 ചോദ്യത്തിൻ്റെയും ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം. ഈ ക്ലാസ് അവസാനം വരെ കാണുന്നവര് ഈ 2 ചോദ്യങ്ങൾ ഉത്തരം ആൻസർ ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പം ഈ ഒരുന്റെ എക്സ്പ്ലനേഷനുമായിട്ട് ഞാൻ അടുത്ത ക്ലാസ് ഇടുന്ന സമയത്ത് ഈ 2 ചോദ്യത്തിന്റെയും എക്സ്പ്ലനേഷനും കൂടെ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഇടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനി ഇടയ്ക്കിടയ്ക്ക് അധികം ചോദ്യങ്ങൾ നമുക്ക് ഇതിന്റെ ഒപ്പം തന്നെ പഠിച്ചു പോകുന്നതിനൊപ്പം തന്നെ നമുക്ക് കുറച്ച് മോക്ക് എക്സാമുകളും കൂടെ അറ്റൻഡ് ചെയ്ത് പോകാം. അത് വളരെ അധികം നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. അപ്പോൾ ചോദ്യം കണ്ടോണം. വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അരുണാചൽ പ്രദേശ്, മധ്യപ്രദേശ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്. അതുപോലെ തന്നെ താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ടീസ്റ്റ, സുവാരി, താപ്തി, ലൂണി. ഇതിലേത് നദിയാണ് താർ മരുഭൂമിയിലൂടെ ഒഴുകുന്നത് എന്നുള്ള 2 ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെ 2 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയതിന്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമുക്ക് ആൻസർ ചെയ്തും കൂടെ പോകാം. തെറ്റാണെങ്കിൽ തെറ്റ്, ശരിയാണെങ്കിൽ ശരി, എന്തും ആയിക്കോട്ടെ. ഇപ്പൊ ഞാനൊരു ചോദ്യം ഇട്ടു. ചിലര് ആ ഒരു സമയത്തായിരിക്കും ഈ ഒരു ചോദ്യം ചിലർക്ക് അറിയായിരിക്കും, അറിയാത്തവരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ആ ഒരു സമയത്ത് നമ്മൾ പെട്ടെന്ന് ഇല്ലാത്ത സമയം കണ്ടെത്തി നമ്മൾ സെർച്ച് ചെയ്യും, ആൻസർ നമ്മൾ സെർച്ച് ചെയ്യുക. ആ സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലേക്ക് വരും. അത് നമുക്ക് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടും, ശരിക്കും നമുക്ക് ഉപകാരപ്പെടും. നമ്മൾ ഒരുപാട് സമയമെടുത്ത് പഠിക്കാനിരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ സമയങ്ങൾ കണ്ടെത്തി പഠിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിലേക്ക് നല്ലതുപോലെ ആഴത്തിൽ അങ്ങ് എത്തും. അതുകൊണ്ടാണ് ചോദ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുന്നത്. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ എക്സ്പ്ലനേഷൻ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതാണ്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മൾ നൽകുന്ന എല്ലാ നോട്ട്സും നമ്മുടെ ടെലഗ്രാം പേജിൽ അവൈലബിൾ ആണ്. ചലഞ്ചർ ആപ്പിന്റെ ടെലഗ്രാം പേജിൽ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ ചലഞ്ചർ ആപ്പിൽ ജോയിൻ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ LDCയുടെ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്, VFAയുടെ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ജോയിൻ ചെയ്ത് ക്ലാസ്സുകൾ കൃത്യമായിട്ട് കേട്ട് മനസ്സിലാക്കുക. ഈ 2026 വർഷം നിങ്ങളുടേതാവട്ടെ. അപ്പം ജോലി ലഭിക്കാതെ എവിടെ പോകാനാണ്? ജോലി ലഭിക്കും തീർച്ചയായിട്ടും. അപ്പം അതുകൊണ്ട് എന്താണ്, നമ്മൾ നമ്മുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യുക. നമ്മൾ സമയം കണ്ടെത്തി പഠിക്കുക. അതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ്, ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കൃത്യമായിട്ട് പഠിച്ച് മുന്നേറുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യാതെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരാം, ഒരുപാട് ചോദ്യങ്ങൾ കൊണ്ടുവരാം. അപ്പം ഏതെങ്കിലും തരത്തിലുള്ള സജഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. തീർച്ചയായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നെക്സ്റ്റ് ക്ലാസ്സിൽ അതിൻ്റെ ചേഞ്ചസ് ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും താങ്ക് യു. ക്ലാസ് കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.